മനുഷ്യൻ ശരിക്കും വെള്ളത്തിനടിയിൽ ജീവിക്കാൻ പരിണമിച്ചാൽ എങ്ങനെയായിരിക്കും? ഡിസ്നി മെർമെയ്ഡുകളെ പോലെ അത്ര സുന്ദരമായിരിക്കില്ല. ശ്വാസകോശം ഇല്ലാതാകും. വെള്ളത്തിൽ വായു ശ്വസിക്കാൻ കഴിയില്ല. അതിനാൽ ശ്വാസകോശം അനാവശ്യമായി മാറും. അതിനു പകരം കഴുത്തിനും വക്ഷസിനും സമീപം മത്സ്യങ്ങളെപ്പോലുള്ള വലിയ ഗിൽസുകൾ രൂപപ്പെടും. അവ വെള്ളത്തിൽ നിന്ന് ഓക്സിജൻ എടുക്കും. തൊലിയും മുടിയും മാറും. മുടി വെള്ളത്തിൽ നീന്താൻ തടസ്സമാകും. വെള്ളം ശരീരത്തിലെ ചൂട് വായുവിനേക്കാൾ വളരെ വേഗത്തിൽ കെടുത്തും. അതിനാൽ മുടിയില്ലാത്ത കട്ടിയുള്ള ചാര നിറമുള്ള തൊലി ഉണ്ടാകും. തണുപ്പിൽ നിന്ന് രക്ഷിക്കാനായി കൊഴുപ്പ് പാളി ഉണ്ടാകും. കാലുകൾ ഇല്ലാതാകും. വെള്ളത്തിൽ നടക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് കാലുകൾ ചുരുങ്ങി ഒന്നായി ചേർന്ന് ശക്തമായ ഒരു വാലായി മാറും. അതാണ് പ്രധാന ചലനശക്തി. കൈകൾ മാറും. കൈകൾ നീളമുള്ള വിരലുകളോട് കൂടിയ ജാലകമുള്ള പാഡിലുകൾ പോലെ ആയിരിക്കും. വെള്ളം വെട്ടി മുന്നോട്ട് പോകാൻ അത് സഹായിക്കും. മുഖം മാറും. കടൽ ആഴങ്ങളിൽ വെളിച്ചം കുറവാണ്. അതിനാൽ വലിയ ഇരുണ്ട കണ്ണുകൾ ഉണ്ടാകും. വെള്ളത്തിനടിയിൽ കാണാൻ ഒരു സുതാര്യമായ അധിക കൺമിടിപ്പുണ്ടാകും. അവസാനം നിങ്ങൾ മനുഷ്യരെ പോലെ ആയിരിക്കില്ല. തണുത്ത വെള്ളത്തിൽ നിശബ്ദമായി സഞ്ചരിക്കുന്ന ഒരു ജീവി. ഇതൊക്കെ സയൻസ് അടിസ്ഥാനമാക്കിയുള്ള സങ്കല്പമാണ്. യഥാർത്ഥ പരിണാമം ലക്ഷക്കണക്കിന് വർഷങ്ങൾ എടുത്തേക്കാം. പരിസ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടും.